2017 തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി സന്നിധാനത്തെത്തി. 2017 ദേവസ്വം ബോർഡ് UDFന്റെ ദേവസ്വം ബോർഡാണ്. പ്രയാർ ഗോപാലകൃഷ്ണനും ഒപ്പം അജയ് തറയിലും രാഘവനുമാണുള്ളത്. ഈ സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി ഔദ്യോഗികമായി ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു രേഖ വരുന്നത്. അതാണ് TV പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ തന്നെ സന്നിധാനത്ത് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പുറത്തു വന്നിട്ടുണ്ട്. 2004 തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നു. 2007 ആകുമ്പോഴേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രധാന കാർമ്മികത്വത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് തന്ത്രി. ആ സമയത്ത് തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ ലഭ്യമാണ്. 2007 മുതൽ സന്നിധാനത്ത് സജീവ സാന്നിധ്യമായിരുന്നെങ്കിൽ പോലും ഒരു സ്പോൺസർ എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആധികാരികമായ ഒരു രേഖയിൽ നമ്മൾ ആദ്യം കാണുന്നത് 2017 അതിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് UDFന്റെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അജയ് തറയില്ല, ഒപ്പം തന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. CPMന്റെ പ്രതിനിധിയായ രാഘവനും അന്നത്തെ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നു. UDF ദേവസ്വം ബോർഡിന്റെ കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആദ്യമായി നമ്മൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്പോൺസർഷിപ്പ് ലഭിച്ചിരിക്കുന്നതെന്നാണോ മനസ്സിലാക്കേണ്ടത് TV പ്രസാദ്? ഉറപ്പായും അരുൺ ഇപ്പോൾ പറഞ്ഞതാണ് അതിലെ പോയിന്റ്. അതായത് UDF ഭരണസമിതിയുടെ കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ്, 2 അംഗങ്ങൾ, ഒരാൾ കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ, രണ്ടാമത്തെയാൾ K രാഘവൻ CPIMന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് നിലവിൽ. ഈ K ഭാസ്കരൻ അതിലൊരു എതിരഭിപ്രായവും K രാഘവൻ ഇതിലൊരു എതിരഭിപ്രായവും രേഖപ്പെടുത്തിയില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവരാൻ അവർ അതിൽ സംയുക്തമായ ഒരു നീക്കം നടത്തിയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ, ഇതിൽ A പത്മകുമാർ CPIM നേതാവാണ്, LDF സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്. സ്വർണ്ണമോഷണം നടത്തി, പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി, ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്, ദ്വാരപാലകരിലും കട്ടിളപ്പടിയിലും. പക്ഷെ അതിന്റെ പിറകോട്ട് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. 2017 നമ്മളിപ്പോൾ പുറത്തുവിട്ട ഈ രേഖകൾ പ്രകാരം മണികളുടെ അറ്റകുറ്റപ്പണിക്ക് നേതൃത്വം നൽകിയത്, സ്പോൺസർഷിപ്പ് കിട്ടിയത് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെയാണ്. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ മണികൾ അവിടെ സ്ഥാപിക്കാൻ ഈ പറയുന്ന ഉത്തരവ് നേടിയത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യത്തിനാണ് മറുപടി വേണ്ടത്. പഴയ 2 മണികൾ മറിച്ചു കടത്തിയോ, പഴയ കമ്പ വിളക്കുകൾ മറിച്ചു കടത്തിയോ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട് അരുൺ. ഇതിൽ അഡ്വക്കേറ്റ് ASP കുറുപ്പ് എന്ന് പറയുന്ന അഭിഭാഷക കമ്മീഷണർ ആര് പറഞ്ഞിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെട്ടതെന്ന ഗുരുതരമായ ചോദ്യമുണ്ട്. ഇക്കാര്യത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർന്നില്ല അരുൺ, ഈ മണി മാറ്റിയതിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് പങ്കുണ്ട്. ASP കുറുപ്പിന്റെ ഫൈനൽ റിപ്പോർട്ടിലെ 26ാമത്തെ പേജിൽ ഇങ്ങനെ പറയുന്നു: The Tantri of the temple Sri Kണ്ഠരര് രാജീവർ is of opinion that one bell has to be repaired and re-erected at Maligapuram, where is the bell, the other bell have removed and kept at the സന്നിധാനം എന്ന് തുടങ്ങി ഈ റിപ്പോർട്ടിൽ കണ്ഠരര് രാജീവര് എങ്ങനെയാണ് ഇതിനെ സഹായിച്ചത് എന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ് അരുൺ, 2004 ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നെന്ന് പറയുന്നു. 2007 മുതൽ കണ്ഠരര് രാജീവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നു. 2019 സ്വർണ്ണക്കൊള്ള നടക്കുന്നതിന് 2 വർഷം മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പണി തുടങ്ങി എന്നതിന്റെ രേഖകളാണ് ഞങ്ങളിപ്പോൾ പുറത്തുവിടുന്നത് അരുൺ. താങ്ക് യു TV പ്രസാദ്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. 2019 മാത്രമല്ല 2017 തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയതിന്റെ നിർണായക രേഖയാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിട്ടത്. ഓർമ്മിക്കണം, അന്ന് UDFന്റെ ദേവസ്വം ബോർഡാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ അജയ് തറയിലും CPM പ്രതിനിധി K രാഘവനുമുള്ള ഒരു ദേവസ്വം ബോർഡാണ്. ASP കുറുപ്പ് അഭിഭാഷക കമ്മീഷണറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് ആരാണ് എന്ന ചോദ്യത്തിന് രേഖാമൂലമുള്ള ഒരു ഉത്തരവ് ഇതാദ്യമായി റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്.